നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ ജോസൂട്ടിയാണ്. മിസ്റ്റർ പോളിടെക്നിക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 35 വർഷം മുമ്പ് ടൊയോട്ടയുടെ ഒരു വാഹന മോഡൽ കാനഡയിൽ നിന്ന് പുറത്തു പോവുകയുണ്ടായി. തിരിച്ച് വീണ്ടും 35 വർഷത്തിന് ഒരു കാലയളവിന് ശേഷം നമ്മുടെ രാവണപ്രഭുവിനകത്ത് നമ്മുടെ മോഹൻലാൽ എൻട്രി ചെയ്യുന്ന പോലെ അതേ ഒരു വാഹനവും ആ ഒരു വാഹനത്തിന്റെ സെയിം പ്ലാറ്റ്ഫോമും കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ മിസ്റ്റർ പോളിടെക്നിക്കിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ഒരു വാഹന മോഡൽ. 35 വർഷം മുമ്പ് 1980കളിൽ കാനഡയോട് വിട പറഞ്ഞു പോയ ഈ ഒരു ചങ്ങായിയാണ് എൻ്റെ പുറകിൽ കിടന്ന് കറങ്ങുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, നമ്മുടെ രാവണപ്രഭുവിലെ നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം വണ്ടി. ടൊയോട്ട ലാൻഡ് ക്രൂസറുമായി കാനഡയിലേക്ക് കയറി വരുമ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വാഹനം ഇത്രയേറെ ഹിറ്റാകുമെന്നുള്ളത്. അതിനുശേഷം തീർച്ചയായും 35 വർഷത്തിന് ശേഷം അവർ റീലോഞ്ച് ചെയ്യുമ്പോൾ അമേരിക്കയിൽ സ്വാഭാവികമാണ്, അമേരിക്കയിൽ 2020 വരെ ഈ വാഹന പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിലും തിരിച്ച് അമേരിക്കയിൽ നിന്നും ഔട്ടായി പോയി. പക്ഷെ അവർ റീലോഞ്ച് ചെയ്യുമ്പോൾ അവരതിന്റെ ഹൈബ്രിഡ് പതിപ്പുമായിട്ടാണ് ഈ വാഹനം ടൊയോട്ട അവർ റീലോഞ്ച് ചെയ്യുന്നത്. .4 4 സിലിണ്ടർ എഞ്ചിനുമായിട്ടാണ് അവർ റീലോഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്ന അതിന്റെ എഞ്ചിൻ സ്പെക്സ്. അതിനകത്ത് ഏകദേശം 320 ഹോഴ്സ് പവർ പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ലാൻഡ് ക്രൂയിസറിൽ 3 ബേസ് വേരിയന്റ് ആയിട്ടാണ് അവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 3 വേരിയന്റ് എന്ന് പറയുമ്പോൾ അവരുടെ തനത് 1958 വെർഷൻ റൗണ്ട് ഹെഡ്ലൈറ്റ് വേർഷൻ 1, രണ്ടാമതെന്ന് പറയുമ്പോഴത്തേക്കും സ്ക്വയർ ഹെഡ് ലാമ്പ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ വേർഷൻ, മൂന്നാമത്തെ വേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ കുറച്ചും കൂടെ അപ്പർ വേർഷനായിട്ട് ഒരു സ്ക്വയർ ഹെഡ് ലാമ്പ് വെച്ചിട്ടുള്ള മൂന്നാമത്തെ വേർഷൻ. ഏകദേശം എല്ലാത്തിൻ്റെ ഒരു 5000 യൂണിറ്റ് വെച്ച് അവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ടൊയോട്ടയിൽ നിന്ന് കിട്ടുന്ന അറിവ്. ഇതിനകത്ത് ഫ്രണ്ട് അല്ലെങ്കിൽ ആ ഫ്രണ്ടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ അവരുടെ ഒരു സ്ക്വയർഡ് ഓഫ് ഫ്രണ്ട് ആൻഡ് റിയർ എന്ന് പറയുന്ന ആ ഒരു ഡിസൈൻ സ്റ്റൈലാണ് അവരിതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നോക്കുമ്പോൾ അതിന്റെ തനത് DNA ശരിക്കുമുള്ള ഒരു ടൊയോട്ട പണ്ടത്തെ ലാൻഡ് ക്രൂയിസറിന്റെ DNA തന്നെയാണ് ആ ഒരു ഡിസൈൻ സ്പെക്കിൽ അവർ ശരിക്കും വരുത്തിയിരിക്കുന്ന, അവർ നോക്കിയിരിക്കുന്ന, എൻഷുർ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ അവർ വെച്ചിരിക്കുന്നത്. വീണ്ടും ഇതിനകത്ത് നോക്കുമ്പോൾ അതിന്റെ വീൽ ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 4920 mm ടോട്ടൽ ഓവറോൾ ലെങ്ത് ഉണ്ട്. വിഡ്ത്ത് വരുന്നത് 2138 mm വിഡ്ത്തും വീൽ ബേസ് 2850 mm. ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 8.7 inches ഗ്രൗണ്ട് ക്ലിയറൻസോട് കൂടെ വരുമ്പോഴത്തേക്കും ടൊയോട്ട നമ്മുടെ കാനഡയിൽ കൂടുതൽ പ്രസൻസ് ഉറപ്പിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമായിട്ട് തന്നെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. നമുക്കൊരു ഓൾ വീൽ ഡ്രൈവ്, ഓൾ ടെറൈൻ ഡ്രൈവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ലാൻഡ് ക്രൂയിസർ ഒരു റെവല്യൂഷൻ ആകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇത്രയും നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ബ്രാൻഡ് ടൊയോട്ടയ്ക്ക് നോർത്ത് അമേരിക്കയിൽ കാഴ്ചവെക്കാൻ ഇത്രയും വർഷം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ക്രൂയിസർ അതിനൊരു ബൂസ്റ്റപ്പ് കൂട്ടുക തന്നെ ചെയ്യും എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. എല്ലാ ലാൻഡ് ക്രൂയിസറിന്റെ മോഡലിലും അവർ ഫോഗ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒരു ഓൾ വീൽ ഡ്രൈവ്, ഓൾ ടെറൈൻ ഡ്രൈവിൽ ഫോഗ് ലാംപ്സ് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കാനഡയിൽ സഞ്ചരിക്കുമ്പോൾ. അതിനകത്ത് തന്നെയാണ് നമ്മുടെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സ്പെക്സ് മാറുന്നുണ്ട്. 2 മോഡലിലും 1958 മോഡൽ തനത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ 8 ഇഞ്ച് സ്ക്രീൻ ആണെങ്കിൽ കൂടുതൽ അതിന്റെ ഹയർ എൻഡ് വേർഷനിലോട്ട് പോകുമ്പോൾ 12.3 ഇഞ്ച് സ്ക്രീനാണ് അവർ കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് 1958 മോഡലിന്റെ സീറ്റിംഗിലേക്ക് വരുമ്പോഴത്തേക്കും മാനുവലി അഡ്ജസ്റ്റഡ് ഹീറ്റഡ് സീറ്റ്സ് ആണെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടെ ഓട്ടോമാറ്റിക് സീറ്റ്സ് ആയിരിക്കും അതിന്റെ പ്രീമിയം എൻഡിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൗണ്ട് സിസ്റ്റം ആണ് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത്. 6 സൗണ്ട് സ്പീക്കേഴ്സ് ആണ് അതിനകത്ത് ഇന്റീരിയറിൽ 1958 മോഡൽ ലാൻഡ് ക്രൂയിസറിന്റെ ബേസ് മോഡലിലെങ്കിൽ അതിന്റെ ഹയർ എൻഡിലേക്ക് പോകുമ്പോൾ 8 സ്പീക്കേഴ്സ് 10 സ്പീക്കേഴ്സ് ഓപ്ഷനിലേക്ക് കയറി വരുന്നുണ്ട്. ഇനി പ്രൈസിംഗ് കമ്പനിയുടെ ശരിക്കും പറയുന്നാൽ അതിന്റെ ഒഫീഷ്യൽ പ്രൈസിംഗ് കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ലഭ്യമായ റിസോഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രൈസിംഗ് വിവരം എന്ന് പറയുന്നത് $50,000, ദാറ്റ്സ് അപ് ടു എ റേഞ്ച് ഓഫ് Canadian dollar $62,000 അതിന്റെ പ്രൈസിംഗ് എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നത് കനേഡിയൻ മാർക്കറ്റിൽ. അങ്ങനെ ലാൻഡ് ക്രൂയിസർ ശരിക്കും പറഞ്ഞ ഒരു തരംഗമാവാൻ വേണ്ടി ടൊയോട്ട പുറത്തിറക്കിയിരിക്കുന്ന ഈ ഒരു മോഡൽ തരംഗമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.
ഇതോടുകൂടെ ഇന്നത്തെ മിസ്റ്റർ പോളിടെക്നിക്കിന്റെ എപ്പിസോഡ് പൂർത്തിയാവുകയാണ്. പുതിയ വാഹന വിശേഷങ്ങളുമായിട്ട് എത്തുന്നത് വരെ ഗുഡ് ബൈ.